Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വേരിയബിൾസും ടൈപ്പ് ഡാറ്റയെ പറ്റിയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക, അതാവുന്ന ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോ നമ്മൾ വേരിയബിൾസിനെ പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാസ്റ്റിംഗ് എന്താണ് പറയാം. അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ് വെച്ച് കൺഫ്യൂഷൻ വരേണ്ട, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും വേരിയബിൾ ഈക്വൽ ടു മീൻസ് അസൈൻ ടൈപ്പ് ഡാറ്റ എന്നാണ് എഴുതുക. വെച്ച് കഴിഞ്ഞാൽ എക്സ് അസൈൻ ഇൻഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിജർ ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അതിനുള്ളിൽ 15 ഡാറ്റ കൊടുത്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പൈത്തുള്ള അതിന്റെ ആവശ്യമില്ല. നമുക്ക് എക്സ് അസൈൻ 15 അല്ലെങ്കിൽ എക്സ് അസൈൻ 12.8 അല്ലെങ്കിൽ പാഷൻ അസൈൻ ടീച്ചിങ്, ആ വേർഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തൺ അത് മനസ്സിലാവും. അത് സ്ട്രിങ് ആണോ, ഇൻഡിജർ ആണോ, ഫ്ലോട്ട് ആണോ. ഇപ്പോൾ എക്സ് അസൈൻ 12.8 ഇതിന്റെ മൗസ് പോയിന്റർ നോക്കിക്കോളി. ഇത് പൈത്തൺ ഓൾറെഡി മനസ്സിലായി, എക്സ് ഫ്ലോട്ട് ആണ്. ഇനി എക്സ് 15 എന്ന് പറയുമ്പോൾ പൈത്തൺ ഓൾറെഡി മനസ്സിലായി അത് ഇൻഡിജർ ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇൻഡ് അല്ലെങ്കിൽ str സ്ട്രിങ്ങിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കൊടുക്കാം. പൈത്തണിന്റെ ഒരു പ്രശ്നമില്ല. ആ ഒരു കൊടുക്കുന്നതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്റൻഷനലി നമ്മളെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതാണ് കാസ്റ്റിംഗ്. അപ്പൊ ഭയങ്കര സിമ്പിൾ അല്ലേ? കാസ്റ്റിംഗ് എന്താണ് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു എക്സ് 15 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് 12.8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പാഷൻ ടീച്ചിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ടൈപ്പ് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൈത്തനെ ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ടൈപ്പ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജ് പൈത്തൺ ആണോ, അല്ലെങ്കിൽ പൈത്തനെ പറ്റി പ്രത്യേകത പറയാൻ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഇത് ഈ പോയിന്റ് ഉപയോഗിക്കാം. പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നോക്കണം വേറെ ഏതൊക്കെ ലാംഗ്വേജ് ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജ് അല്ല ഉള്ളത്. അതൊക്കെ നമ്മൾ ഒരു ഡെപ്ത് സ്റ്റഡിയിലോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. തിയറിറ്റിക്കലി ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. തിയറി ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി കേസിൽ വേറെ തന്നെ ഉണ്ട്, അത് ഒരുപാടുണ്ട്. അത് നമ്മൾ വേറെ ഒരു എന്താ പറയാ ടോപ്പിക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെ തിയറി എങ്ങനെ പഠിക്കാനുള്ളതിനും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതല്ലേ നിങ്ങൾക്ക് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു, എക്സാമ്പിൾ നിങ്ങൾ ഒരു പോയിന്റ് പഠിച്ചു, അങ്ങനെ ഒരു ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെമോ ഇന്റർവ്യൂ ഒക്കെ നടത്തി നിങ്ങൾ അതിൽ കഴിവുണ്ടോന്നൊക്കെ തെളിയിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അതൊക്കെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യാനും കഴിയും. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജ് എന്താണ് പറഞ്ഞു, കാസ്റ്റിംഗ് എന്താണ് പറഞ്ഞു, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എക്സ് ഇസിക്കൽ ടു എക്സ് അസൈൻ 15 വെച്ച് തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, CMD ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പൈത്തൺ എന്ന് കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തൺ എന്ന് എൻ്റർ ചെയ്യുന്നു. പൈത്തണിലോട്ട് ലോഗിൻ ചെയ്തു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ എക്സ് അസൈൻ 15 എന്ന് കൊടുത്ത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ടൈപ്പ് ഏതാണ് ചെക്ക് ചെയ്യൽ എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യണമെങ്കിലും പ്രിന്റ് നമുക്ക് ഒരു വേരിയബിൾ ഔട്ട്പുട്ട് കാണണം. ഞാൻ പറഞ്ഞുതരാം, പ്രിന്റ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ഇത് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടൈപ്പ് കണ്ടല്ലേ, ഈ ടൈപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് കണ്ടെത്താം. ഇപ്പൊ ഞാൻ എക്സ് എന്ന് പ്രിന്റ് ചെയ്തു. മനസ്സിലാവുന്നില്ല, കഴിഞ്ഞ വീഡിയോ കാണണം, അല്ലെ കൺഫ്യൂഷൻ ആവരുത്. ഞാൻ പല കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി തന്നെയാണ് പറയുന്നത്. ഇതൊരു ട്യൂട്ടോറിയൽ ആണ്, അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ പോവുക. ഇപ്പൊ അതായത് പ്രിന്റ് കൊടുത്തു. പ്രിന്റ് ഏതാണ് എക്സിന്റെ ടൈപ്പ്, എക്സിലോട്ട് 15 അസൈൻ ചെയ്തപ്പോ 15 എന്താണ്, ഇൻഡിജർ ആണ്. ഞാൻ എക്സിലോട്ട് ഒരു ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. വെച്ചോളൂ, ടെസ്റ്റ് ചെയ്യണം. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ പ്രിന്റ് കൊടുക്കുകയാണ് എക്സിന്. അപ്പൊ സമയത്ത് സ്ട്രിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ കോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രിങ് ആണ് കൊടുക്കുകയാണ്. ഇത് ഇൻഡിജർ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ല, ഇവിടെ എക്സ് അസൈൻ 15 പൈത്തൺ ഓട്ടോമാറ്റിക് മനസ്സിലാക്കുന്നുണ്ട് ഏതാണ് അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ്. നമ്മളിവിടെ ഈ str ഇൻഡ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഞാൻ പറയാം, എക്സ് അസൈൻ ഇൻഡിൽ ഞാൻ എന്ത് ചെയ്തു, 89 കൊടുത്തു. എന്നിട്ട് അസൈൻ ചെയ്തിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാണ് എക്സ്. അപ്പോൾ എനിക്ക് 89 വന്ന് ഞാൻ അതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യാണ്. എക്സിന്റെ ഇൻഡിജർ
സെയിം തന്നെയല്ലേ? അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ ഇന്റിജർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഇന്റിജർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പൈത്തൺ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും. അവിടെ നമ്മൾ ഇന്റിജർ കൊടുക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് കാസ്റ്റിംഗ്. ദാറ്റ്സ് ഓൾ. ഡൈനാമിക്കൽ ടൈപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഇതാ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്തു ഏതാണ് ഈ ഡാറ്റ ടൈപ്പ്. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. കാസ്റ്റിംഗ് ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജ് നമ്മൾ ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തത് എന്താ? എക്സ് അസൈൻ 6 അല്ലെങ്കിൽ നെയിം അസൈൻ അബ്ജിത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൗസ് പോയിന്റർ നോക്കിക്കോളി, ഒരു വേരിയബിൾ എക്സ്, അതിലോട്ട് ഒരു ഡാറ്റ ടൈപ്പ് 6. ഇനി നോക്കാണ്, ഇത് നോക്കാണ്, ഹെഡിങ് വായിക്കണ്ട. എക്സ് അസൈൻ 1, വൈ അസൈൻ 6, എം അസൈൻ 7. 3 ലൈൻ ഓഫ് കോഡ് ആയിട്ട് ഇങ്ങനെ എഴുതിയില്ലേ? ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ലൈൻ ഓഫ് കോഡിന്റെ ലെങ്ത് കൂടും. പിന്നെ ഇതിന് വേറെ കുറച്ച് ഗുണങ്ങളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ലേറ്റർ. ഇപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എക്സ് അസൈൻ 1, വൈ അസൈൻ 6, എം അസൈൻ 7. ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എഴുതാൻ കഴിയുന്നതാണ്. എക്സ് കോമ വൈ കോമ എം അസൈൻ 1, 6, 7. കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ എന്താ ചെയ്യുക? 3 വേരിയബിൾ ഇല്ല ഇവിടെ, അപ്പൊ മൾട്ടിപ്പിൾ വേരിയബിളിന് ഇവിടെ എഴുതും. എക്സ് കോമ വൈ കോമ, ഇത് അസെൻഡിങ് ഓർഡറിലാണ്, 1, 2, 3 പറഞ്ഞ ഓർഡറിലാണ്. അപ്പൊ ഇവിടെ ആദ്യം ഏതാ? എക്സ് കോമ, രണ്ടാമത് ഏതാ? വൈ, മൂന്നാമത് ഏതാ? എം. ഇനി ഇതിലോട്ട് അസൈൻ ചെയ്യുന്നത് എന്താ? ഫസ്റ്റിൽ എന്താ? 1, രണ്ടാമത്തെ എന്താ? 6, മൂന്നാമത്തെ എന്താ? 7. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എടുത്ത് 1 അങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക പറഞ്ഞാൽ, ഈ എക്സ് ഈ 1ഉം, എന്റെ മൗസ് പോയിന്റർ നോക്കട്ടെ, വൈ 6ഉം എം വരുന്നത് 7 ആയിരിക്കും. 7. സിമ്പിൾ അല്ലേ? നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാന് എക്സ് അസൈൻ 1, വൈ അസൈൻ 4, സെഡ് അസൈൻ 8 പ്രിന്റ് ചെയ്തു. ഇനി ഇത് ഓരോന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ് പ്രിന്റ് ചെയ്യുമ്പോൾ 1 വരും, വൈ പ്രിന്റ് ചെയ്യുമ്പോൾ 4 വരും, സെഡ് പ്രിന്റ് ചെയ്യുമ്പോൾ 8 വരും. പക്ഷെ നമ്മളിപ്പോ 3 ലൈനിൽ എഴുതിയില്ലേ? ഇതൊന്ന് ചുരുക്കി എഴുതണേ, നമ്മൾ ചുരുക്കി എഴുതണോ? അല്ല, അതുപോലെ തന്നെ. ഇപ്പൊ എക്സ് ആണ് ആദ്യത്തത്, ഇത് ക്രമത്തിൽ തന്നെ എഴുതണം. ആദ്യം എക്സ്, അതിനുശേഷം എന്താണ്? വൈ, അതിനുശേഷം എന്താ? സെഡ്. അത് അസൈൻ സെയിം. ആദ്യത്തിന്റെ വാല്യൂ എന്താ? 1, രണ്ടാമത്തിന്റെ വാല്യൂ എന്താ? 4, മൂന്നാമത്തിന്റെ വാല്യൂ എന്താ? 8. അങ്ങനെ എത്ര എഴുതട്ടെ നമുക്ക്? 10 വരെ, 1, 2, 3, 4, അങ്ങനെ 10, 20, എത്ര വേണം എഴുതാം. പക്ഷെ ഈക്വലിറ്റിന് ശേഷം അതേ അളവ് തന്നെയുള്ള വാല്യൂ വരണം. ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എക്സ് വന്നില്ലേ? ഇനി നമുക്ക് ഈ എന്താ പറയാ, ഈ ഒരു പാറ്റേൺ തന്നെ മാറ്റാം. നമുക്ക് ഇവിടെ 11 മാറ്റിയിട്ട് 11, രണ്ടാമത്തിന് 12, മൂന്നാമത്തിന് 13 കൊടുത്തു. ഇനി ഞാൻ പ്രിന്റ് എക്സ് പ്രിന്റ് ചെയ്ത് 11 വരും. കാരണം ഇതിനെ റീപ്ലേസ് ചെയ്ത് പുതിയത് എഴുതി ഞാൻ. അങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 11 എഴുതിയപ്പോ ഇപ്പൊ 11 വന്ന്. ഇനി ഞാൻ വൈ പ്രിന്റ് ചെയ്താലോ? 12 വന്ന്. ഇത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ ലൈൻ എഴുതുന്നതിന് പകരം ഒറ്റ ലൈനിൽ എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കോഡ് ചെയ്യുന്ന സംബന്ധം മനസ്സിലാക്കാം. ഇപ്പൊ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ്. ഇനി ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുകയാണ്. മൾട്ടിപ്പിൾ വേരിയബിൾ, എക്സ് വൈ എം, ഇതൊക്കെ വേരിയബിൾ ആണ്, നമുക്ക് അറിയണല്ലേ. എന്താണ്? മെനി ഡാറ്റ ടു മൾട്ടിപ്പിൾ വേരിയബിൾ. മെനി ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാല് 1, 6, 7. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡാറ്റാസ് നമ്മൾ ഒരേ സമയം ഈ വേരിയബിളിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം ഈക്വൽ ആയിട്ട്. ഇതിൽ ക്രമം നോക്കണം. നമ്മൾ 1, 2, 3, 1, 2, 3 ക്രമത്തിലാണ് വരിക. അപ്പൊ 10ാമത്തെ വാല്യൂക്ക് 10ാമത്തെ വേരിയബിളിന് അതിന്റെ വാല്യൂ 10ാമതായിട്ട് തന്നെ കൊടുക്കുക, അസെൻഡിങ് ഓർഡർ തന്നെ കൊടുക്കുക. ഓക്കെ. ഇപ്പൊ നമ്മൾ മെനി ഡാറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത്. ഇനി ഞാൻ പറയണേ, ഒരു ഡാറ്റ ഇപ്പൊ ഈ എക്സ് തന്നെ എടുത്തോളേ. ഈ എക്സ് 6, അതേമാതിരി ഈ 6 നമുക്ക് വൈ 6, സെഡ് 6, എം 6, കെ 6, അങ്ങനെ എല്ലാത്തിനും കൊടുക്കാം. എല്ലാത്തിനും 6 തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ റാം പറയണം ഐ വാണ്ട് ഐ പേജ് ജോബ്, ടീനും പറയണം ഐ വാണ്ട് ഐ പേജ് ജോബ്, അഭിജിത്തും പറയണം ഐ വാണ്ട് ഐ പേജ് ജോബ്. ഇപ്പൊ ഇതിങ്ങനെ എഴുതുമ്പോ ഒരു കോഡിന് ഒരു ഫീൽ ഇല്ലല്ലോ. നമ്മൾ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാതെക്കാനാണ് നമ്മൾ കോഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് ഇത് തെറ്റായ ഒരു രീതിയല്ലേ? ഈസിയാണ്, അണ്ടർസ്റ്റാൻഡിങ് എളുപ്പമാണ്, പക്ഷെ അതൊരു നല്ല രീതിയല്ല. അപ്പൊ ഇങ്ങനെ എഴുതുന്ന കോഡിന് പകരം നമ്മൾ ഇത് ഷോർട്ട് ആക്കിയാണ്ട് ബെസ്റ്റ് രൂപത്തിൽ എഴുതാൻ പറ്റിയതാണ്. ഇങ്ങനെ എന്ത് ചെയ്യുക?
റാമിനെ എടുത്ത് എഴുതുക, പിന്നെ ടീനനെ എഴുതുക, അഭിജിത്തിനെ എഴുതുക, എന്നിട്ട് ഐ വാണ്ട് ഐ പേ ജോബ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നത് അസൈൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. റാമിലോട്ട് അസൈൻ ചെയ്യുന്നത് ഐ വാണ്ട് ഐ പേ ജോബ്, ടീനയിലോട്ട് അസൈൻ ചെയ്യുന്നത് ലാസ്റ്റിലുള്ളത് ഐ വാണ്ട് ഐ പേ ജോബ്, അഭിജിത്തിലോട്ട് അസൈൻ ചെയ്യുന്നത് ഐ വാണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റത്തെ അഭിജിത്ത് അസൈൻ ഐ വാണ്ട് ഐ പെയിൻ ജോബ്, ഇതല്ലേ ലാസ്റ്റത്തെ സെന്റൻസ്. അതിന്റെ മുന്നിൽ ബാക്കിയുള്ളത് അതുപോലെ കൊടുത്തു നോക്കുകയാണെങ്കിൽ റാം അസൈൻ. അപ്പൊ ഇത് ഇങ്ങനെ വായിച്ചാൽ മതി, റാം അസൈൻ ഐ വാണ്ട് ഐ പേ ജോബ്, ടീന അസൈൻ ഐ വാണ്ട് ഐ പേ ജോബ്, അഭിജിത്ത് അസൈൻ ഐ വാണ്ട് ഐ പേ ജോബ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ക്ലിയർ ചെയ്യാണ്. അപ്പൊ ഞാൻ അവിടെ എഴുതുകയാണ്. ആദ്യം ഒരു വേരിയബിൾ എഴുതി, അതിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് ജോബ്, തൽക്കാലം ജോബിനാക്കി ഞാൻ. പിന്നെ റാം കഴിഞ്ഞിട്ട് ജോൺ എന്ന വേരിയബിളോട്ട് അസൈൻ ജോബ്, മൂന്നാകും ജോബ് വേണം. പിന്നെ എന്താ പറയാ, രവി എന്ന് പറഞ്ഞ ഒരാള് അവന് ജോബ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഹിന പറഞ്ഞു അവൾക്കും ജോബ് വേണമെന്ന്. ഈ 4 ആള് ജോബ് വേണമെന്ന് പറഞ്ഞാൽ 4 ലൈനായിട്ട് എഴുതി. അപ്പോൾ ഇതിന് വേറെ യൂസ് കേസ് ഉണ്ട്, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ 4 വട്ടം നമ്മളിങ്ങനെ സെയിം ടെക്സ്റ്റ് വീണ്ടും എഴുതുകയാണെങ്കിൽ നമ്മളിതൊരു മാനുവൽ പ്രോസസ്, ഇതൊരു ഓട്ടോമാറ്റിക് ആകുന്നില്ല. നമ്മളൊരു എന്താ പറയുക, വീണ്ടും എഴുതിയാൽ അതിന്റെ എഫിഷ്യൻസി കുറയാണ്. അപ്പൊ ഇതൊക്കെ ചുരുക്കി എഴുതാം നമുക്ക്. 4 ആക്കും എന്താ പറയാ, ഇപ്പൊ ഡിഫറെന്റ് 4 ആക്കും ഒരേ കേസും ആണെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫറെന്റ് ആയിട്ട് എഴുതാതെ ഒറ്റ ഇതിൽ എഴുതാം. റാം കഴിഞ്ഞിട്ട് എന്താ, ജോണ്, രവി, ഹീന. ഇതിപ്പോ ക്രമത്തിൽ എഴുതാനല്ലേ, കാരണം എന്താ ഒറ്റ മീനിങ് ആണ്. ഇപ്പൊ ഞാനിത് എന്താ പറയാ, ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ജോബാണ്. ഇവിടെ ഒരു ഇഷ്യൂ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോമയാണ് നമ്മൾ കൊടുത്തത്, കോമ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ആണെങ്കിൽ റാം കോമ ജോൺ കോമ രവി കോമ ഹീന. ഇപ്പൊ ഇവിടെ എന്താ എറർ വന്നത്, നോട്ട് എനഫ് വാല്യൂ ടു അൺപാക്ക്. നമ്മൾ ഇതിന്റെ മുന്നത്തെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, കോമ എടുക്കുന്നത് മൾട്ടിപ്പിൾ വേരിയബിളിലോട്ടാണ്. കോമ ഉണ്ടല്ലേ, ഇതിനെന്താ അസൈൻ അല്ല കൊടുത്തത്, അതാണ് ഇതിന്റെ ഡിഫറൻസ്. മൾട്ടിപ്പിൾ ആകുമ്പോൾ കോമ കൊടുത്ത് എഴുതണം, ഒറ്റ ഒന്നാകുമ്പോൾ അസൈൻ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താ എറർ വന്നത് അറിയോ, നമ്മൾ ഈ പാക്കറ്റിനുള്ളിൽ ഈ ജോബ് എന്ന് പറയുന്ന പാക്കറ്റിനുള്ളിൽ വേറെ ഒന്നും എടുക്കാനില്ല. നേരെ മറിച്ച് ഈ ജോബ് എന്നത് ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിന്റെ ഉള്ളിൽ 1, 2, 3, 4 നമ്പർ ഉണ്ടെങ്കിൽ ആ 1, 2, 3, 4 റാമിന് അസൈൻ ചെയ്യും. റാമിന് 1, ജോണിന് 2, രവിക്ക് 3, 4 ഹിനക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ എറർ വന്നോണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ശരിക്കും എഴുതേണ്ട എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, റാം അസൈൻ ജോൺ അസൈൻ രവി അസൈൻ ഹിന അസൈൻ, എന്നിട്ട് ആ ജോബ് നമ്മളുടെ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാണ് റാമിനെ പ്രിന്റ് ചെയ്തു ജോബ്. ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ, ഒരേ കണ്ടന്റ് ഉള്ളത്. ഇപ്പൊ ഈ കണ്ടന്റ് ഞാൻ ഒന്ന് മാറ്റിയാണ്ട് പ്രിന്റ് ചെയ്ത് ചുമ്മാ നമ്മള് ചെക്കിങ് കൊടുത്ത്. ഇനി ഞാൻ ഇപ്പൊ റാമിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും ജോണിനെ പ്രിന്റ് ചെയ്താലും രവിനെ പ്രിന്റ് ചെയ്താലും ചെക്കിങ്ങിന് വരണം. കാരണം എന്താ, ഇവിടെ ജോബ് ആയിരുന്നു ഇവർക്കെല്ലാം, ഞാൻ അതിനെ റീപ്ലേസ് ചെയ്ത് കണ്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത്. ഇപ്പൊ വെച്ചാല് 1 എന്ന വാല്യൂനെ റീപ്ലേസ് ചെയ്ത് 2 ആക്കി. ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്യ റാം. ഞാൻ വീണ്ടും ഈ വാല്യൂ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുക, 8. ഇപ്പൊ നോർമൽ കേസിൽ റാമിന് 8, ജോണിന് 8 അസൈൻ ചെയ്യാം, രവിന് 8 അസൈൻ ചെയ്യണം, ഹീനന് 8 അസൈൻ ചെയ്യാം. അതൊന്നും വേണ്ട. റാം ഈക്വൽ ടു ജോൺ ഈക്വൽ ടു രവി ഈക്വൽ ടു ഈക്വൽ ടു അസൈൻ, ഹിന അസൈൻ 8 കൊടുത്തു കഴിഞ്ഞാല് ഞാൻ പ്രിന്റ് ചെയ്യാണ് റാമിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ റാം 8 വരും. ഞാനതിന് മാറ്റിയിട്ട് ഹിനനെ പ്രിന്റ് ചെയ്താലും 8 വരും. പക്ഷെ ഞാൻ എല്ലാവർക്കും ഒരേ സമയം അസൈൻ ചെയ്ത്. അപ്പൊ ഒറ്റ ഒരു എന്താ പറയുക ഡാറ്റനെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും എഴുതുന്നത് എന്തിനാ, അതൊരു റൈറ്റ് വേ. നമ്മൾ ഇപ്പൊ ഒരു സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരേ ടെക്സ്റ്റ് തന്നെ ഒരേ വേർഡ് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസിന് ക്വാളിറ്റി ഇല്ലയാണ് പറയില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ഉപയോഗിച്ച് കുറവാണെന്നൊക്കെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് എഴുതുന്നു. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ഡാറ്റ ഒരുപാട് വേരിയബിളിലോട്ട് പോവുക, ഒരൊറ്റ ഡാറ്റ ഒരുപാട് വേരിയബിളിലോട്ട് പോവുക, അത് രണ്ടും മനസ്സിലായില്ലേ. ഇനി നമുക്ക്
അൺപാക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവത്തിൽ ഇവിടെ ഒരു എറർ വന്ന് നിങ്ങൾ കണ്ടില്ലേ, നോട്ട് എനഫ് വാല്യൂ ടു അൺപാക്ക്. ആ സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അൺപാക്ക് എ കളക്ഷൻ. ഇപ്പോ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കോമ ഇട്ടതിന് ശേഷം ജോബിനെ അൺപാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിത് ഒരു നമ്പർ 1 ഉണ്ടെങ്കിൽ ആ നമ്പർ 1 നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ കഴിയൂല. പക്ഷെ നിങ്ങളിതൊരു ഒരു ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിന്റെ ഉള്ളിൽ 1, 2, 3, 4 അങ്ങനെ ഉണ്ട് വിചാരിച്ചോളൂ. അപ്പൊ എന്താ ചെയ്യാം, ആ ലിസ്റ്റിനെ നിങ്ങൾക്ക് അൺപാക്ക് ചെയ്യാം. അതിന് 1 പുറത്ത് എടുക്കാം, 2 പുറത്ത് എടുക്കാം, 3 പുറത്ത് എടുക്കാം, 4 പുറത്ത് എടുക്കാം. പക്ഷെ 1ന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു 1നെ പുറത്ത് എടുക്കാൻ പറ്റൂല. അതുപോലത്തെ കൺസെപ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം മനസ്സിലാവാന്. മൈ ബുക്സ് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഷെൽഫ് ഉണ്ട് അതിന്റെ ഉള്ളില് ട്രൈ അഗെയിൻ, പാഷൻ, കരിയർ, ലൈഫ് ചേഞ്ച് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ട് വിചാരിച്ചോളൂ. ജസ്റ്റ് ഗസ്സിംഗ് ആണ്, ഇങ്ങനത്തെ ബുക്സ് ഉണ്ട് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ഈ ബുക്സ് ഉണ്ടല്ലോ, ഈ ബുക്സിന് എനിക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. ബുക്സിന് അതേ ഒരു കോപ്പിയും പുറത്തേക്ക് വെക്കാം. ആ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് മൈ ബുക്സിൽ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ മൈ ബുക്സിനെ ഒരു ഡെമ്മി എന്ന് പറഞ്ഞ സംഭവത്തിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഡെമ്മിയും മൈ ബുക്സ് തന്നെ ആയി മാറും. അതിന്റെ ഒരു കോപ്പിയാണ് എടുത്തത്. നമ്മൾ കണ്ടല്ലോ ഈ എക്സ് അസിന്റെ പോയിന്റർ നോക്കിക്കോളൂ, x5 y7. ഈ ഒരു കേസിൽ നമ്മൾ എം അസൈൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ വാല്യൂസ് എക്സിന്റെ വാല്യൂ 5 ആണ്, വൈന്റെ വാല്യൂ 7 ആണ്. എമ്മിന്റെ വാല്യൂ എന്താ, എമ്മിന്റെ വാല്യൂ എന്താണോ എക്സിന്റെ വാല്യൂ അതല്ലേ. അപ്പൊ എം ഈസിക്വൽ ടു 5 എന്ന് പറയുന്ന പോലെയാണ് എം ഈസിക്വൽ ടു എം അസൈൻ എക്സ്. ഈ എമ്മിനെ എക്സിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എം 5 ആയി. സെയിം കൺസെപ്റ്റ് അതിന്റെ കോപ്പി എടുത്ത് വെക്കുക, അത് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ മൈ ബുക്സിന്റെ ഒരു കോപ്പിയാണ് ഡെമ്മിയിലോട്ട് എടുത്തു വെച്ചത്. എന്നിട്ട് ഡെമ്മി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെമ്മിയും മൈ ബുക്സും ഒന്നായിരിക്കും. ടെസ്റ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട്. മൈ ലിസ്റ്റിന്റെ ഉള്ളിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. എന്നിട്ട് ഞാന് ഡെമ്മി എന്ന് പറഞ്ഞാണ്ട് മൈ ലിസ്റ്റിന് എടുത്ത് വെച്ച് ഇപ്പൊ എന്താ ഉണ്ടാകുന്ന അറിയോ, മൈ ലിസ്റ്റ് എന്താണ് അതിന്റെ ഒരു കോപ്പി ഞാൻ ഡെമ്മിലോട്ട് എടുത്തു. നമ്മൾ ഈ എക്സ് പറഞ്ഞ മാതിരി ഈ എമ്മിലോട്ട് സബ് എടുത്ത് വെച്ച മാതിരി ഡെമ്മി ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. രണ്ടും പ്രിന്റ് മൈ ലിസ്റ്റ് എന്താ 1, 2, 3, 4, 5. ഇനി ഡെമ്മി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക, സെയിം അല്ലേ. എന്ന് വെച്ചാൽ ഇതിന്റെ കോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കോപ്പി അല്ല വേണ്ടത്, നമുക്ക് ഈ 1, 2, 3, 4, 5 പുറത്ത് കൊടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ എത്ര വാല്യൂ ഉണ്ട് നോക്കണം. 1, 2, 3, 4, 5. അപ്പൊ 5 വാല്യൂ. അപ്പൊ 5 വാല്യൂല് 5 സ്ഥലത്ത് എടുത്തേക്കണം, ഒരേ ഈക്വൽ ആയിട്ട് തന്നെ എടുത്തേക്കണം, അല്ലാതെ ഹാഫായി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ ഇത്ര 4 1, 2, 3, 5 1, 2, 3, 5 ഉണ്ട്. അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, മൈ ലിസ്റ്റിനെ അസൈൻ ചെയ്തു. ആദ്യം നമ്മൾ അസൈൻ ചെയ്ത് എന്താ, ഡെമ്മി എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളോട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ, ഇത് ലിസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ അതേ ഒരു കോപ്പി എടുത്തു വെച്ചു. പക്ഷെ നമ്മൾ ഈ ലിസ്റ്റിന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഈ മൈ ലിസ്റ്റിലെ എടുത്തിട്ട് അതിന്റെ 1നെ ഈ എയിലോട്ട് അസൈൻ ചെയ്യും, ഈ 2നെ ബിയിലോട്ട് അസൈൻ ചെയ്യും, 3നെ സിയിലോട്ട് അസൈൻ ചെയ്യും, 4നെ ഡിയിലോട്ട്, 5നെ ഇയിലോട്ട്, ഇങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്. ഇനി ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരണം, 1 വന്നില്ലേ. ഞാൻ അതേമാതിരി ലാസ്റ്റത്തെ ഈ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്, അപ്പൊ 5 വരും. ആക്ച്വലി നമുക്ക് ഇവിടെ 1, 2, 3 അതേ അളവില് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതിനെ പറ്റി പറയുമ്പോൾ വേറെ 1, 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ തൽക്കാലം ഒരേ വാല്യൂസ് ഒരേ ലെവലിൽ അസൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് ഒരു വട്ടം കൂടി പറയാണ്, നമ്മൾ ഈ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള നമ്മൾ ഈ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല. ഓക്കെ, കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പ് 2 തരം ഉള്ളത്, ഒന്ന് സിമ്പിൾ ഡാറ്റ ടൈപ്പും ഒന്ന് ഡിറൈവ് ഡാറ്റ ടൈപ്പ്. സിമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് തരുന്ന ഇന്റ്, നമ്പർ, ഫ്ലോട്ട് അങ്ങനത്തെ സ്ട്രിങ് ഒക്കെ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വെച്ചുണ്ടാക്കുന്ന ഡിറൈവ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി, സെറ്റ്, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസ് പുറത്തേക്ക് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഫണ്ണായിട്ട് തന്നെ, നമ്മളൊരു മുട്ടായിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ പാക്കറ്റിൽ നമ്മൾ ഓരോ മിഠായി എടുത്തിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുക. അതാണ് അൺപാക്ക് ചെയ്യുക എന്ന് പറയും. ഇനി ഈ മിഠായി എല്ലാം കൂടെ എടുത്തിട്ട് ഒരു കവറിലോട്ട് ഇടുന്നതിനെ പാക്ക് ചെയ്യുക എന്ന് പറയും. അതാണ് പാക്ക് ചെയ്യുക, അൺപാക്ക് ചെയ്യുക.
സെയിം കൺസെപ്റ്റ് തന്നെയല്ലേ. ഇതാണ് മിഠായിന്റെ പാക്കറ്റ് വിചാരിച്ചോളൂ. ട്രൈ അഗെയിൻ പാഷൻ പോലെ മിഠായിയാണിത്. ഓരോന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഈ എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും കൊടുക്കുക. ഇനി മിഠായിന്റെ അതേ ഒരു കോപ്പി നമ്മൾ എടുത്തേക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഡെമ്മി എന്ന് പറയുന്നത്. അത്രയുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ വേരിയബിളിന്റെ ഒക്കെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, പക്ഷെ പറഞ്ഞിരിക്കുന്ന ഡൗട്ട് ഉണ്ടായപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഈ പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ വേരിയബിളിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു 1 ആണെങ്കിൽ പ്രിന്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. എങ്ങനെ വെച്ചാൽ നമ്മൾ വേരിയബിളിന്റെ ഡാറ്റ എങ്ങനെ കാണിക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇനി നമുക്ക് വേരിയബിൾസിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. 2 ടൈപ്പ് പറഞ്ഞാൽ ഒന്ന് ഗ്ലോബൽ വേരിയബിൾ, രണ്ടാമത്തെ ലോക്കൽ വേരിയബിൾ. ഈ ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിൾ വേർഡിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്ലോബലി അവൈലബിൾ ആണ്, ഇപ്പോ ലോകം മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞ പോലെ. മറ്റേ ലോക്കൽ വേരിയബിൾ പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. അത് സിമ്പിൾ ആണ്. നമ്മൾ എന്താ വേരിയബിൾ നിങ്ങൾക്കറിയാം, അത് എല്ലായിടത്തും അവൈലബിൾ ആണ് ഗ്ലോബൽ, സ്പെസിഫിക് സ്ഥലത്ത് അവൈലബിൾ ആണ് ലോക്കൽ. ഞാൻ പ്ലേസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻസും നമ്മളെ കോഡ് ചെയ്യുന്ന പ്ലേസും ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. 2 ടൈപ്പ് ഉണ്ട്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ. അതിന്റെ വേർഡ് തന്നെ ഉണ്ട് അത് എന്താണ്. അപ്പോൾ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വേരിയബിൾസ് അവിടെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിൾ എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കോഡിങ് കൺഫ്യൂഷൻ വരുന്നത് ഈ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ്. ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിന്റെ കൂടെ മനസ്സിലാവേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നിങ്ങളിപ്പോ വേരിയബിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫംഗ്ഷൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഫംഗ്ഷനെ പറ്റി പറഞ്ഞുകാണ്ട് നമുക്ക് വേരിയബിൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പൊ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്, ആ ഒരു ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ വേരിയബിൾ എന്താണ് മനസ്സിലാക്കിയത്. അതേമാതിരി ഈ അൺപാക്ക് കളക്ഷൻ ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനർ ലെവലിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കി എടുക്കാം. ബേസിക് ആണല്ലോ മെയിൻ, അത് വെച്ച് നമുക്ക് എന്തും പഠിക്കല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഈ അൺപാക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറെ ആൾക്കാർക്ക് ഒരേ സമയം കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കറക്റ്റ് ആയി പോകുന്നു. അപ്പൊ അവിടെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് പറയുന്നില്ല എന്ന് വിചാരിച്ചത്, പറഞ്ഞുതരാം. ഇപ്പോ ഞാന് മൈ ലിസ്റ്റിന്റെ ഉള്ളില് കൺഫ്യൂഷൻ ആവരുത്, 1, 2, 3, 4, 4, 5 തന്നെ കൊടുത്ത് എന്നിട്ട് ഞാൻ എക്സ്, വൈ, സെഡ്, എം, എൻ ഒന്ന് കറക്റ്റ് അളവല്ല, 1, 2, 3, 5, 1, 2, 3, 5 അതിലോട്ട് ഞാൻ മൈ ലിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല അതിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ കിട്ടും. എമ്മിന്റെ വാല്യൂ എത്ര? 4ാമത്തെ അല്ലേ? 1, 2, 3 4ാമത്തെ 1, 2, 3 4ാമത്തെ വാല്യൂ കിട്ടും. ഇനി ഇപ്പോ അതേ അളവിൽ 4 വാല്യൂ വേരിയബിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള വേറൊരു ഓപ്ഷൻ ആണ്. ഇപ്പൊ മൈ ലിസ്റ്റ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂ ആണ്. പക്ഷെ ഞാൻ അസൈൻ ചെയ്യുമ്പോൾ 2 കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് എനിക്കിപ്പോ അതുപോലെ എടുക്കാന്നാണ്. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബാക്കിയുള്ള വേരിയബിൾസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്റ്റാർ കൊടുക്കും. സ്റ്റാറിന് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ARG എന്നൊക്കെ പറയാം. നമുക്ക് എന്താ വെച്ചാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഷോർട്ട് വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കൺഫ്യൂഷൻ ആവും. അപ്പോ എക്സ് വൈയും പ്രോപ്പർ ആയിട്ട് 1, 2 കിട്ടും. ബാക്കിയുള്ള എല്ലാ വേരിയബിളും എല്ലാ വാല്യൂം കൂടി അതേ ലിസ്റ്റ് ആയിട്ട് തന്നെ റെസ്റ്റിലോട്ട് വരും. റെസ്റ്റ് കണ്ടോ, ഞാൻ ഇപ്പൊ പ്രിന്റ് ചെയ്യാം റെസ്റ്റ്. ഈ 1, 2 ഇതിലുണ്ടാവില്ല, ബാക്കി ഉണ്ടാവും 3, 4, 5. അപ്പൊ അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഇത് ചെയ്യാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതില്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോ ഈ പറഞ്ഞല്ല ഈ വീഡിയോയിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പൊ കഴിഞ്ഞപ്പോ ഇതുവരെയുള്ള 3 വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വേരിയബിൾ ഡിസ്കസ് ചെയ്തു, പിന്നെ അതിന്റെ നെയിമിങ്, അതിന്റെ റൂൾസ്, പിന്നെ മൾട്ടിപ്പിൾ വേർഡ്സ് വെച്ചാണ് വേരിയബിൾ. നമ്മളെ ക്യാമൽ കേസ്, പാസ്കൽ കേസ്, അതേമാതിരി സ്നേക്ക് കേസ് എന്നൊക്കെ പറഞ്ഞില്ല, അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. 1 വേരിയബിൾ ടു മൾട്ടിപ്പിൾ വേരിയബിൾ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് മൾട്ടിപ്പിൾ എക്സ്, വൈ, സെഡിലോട്ട് ജസ്റ്റ് ജോബ് മാത്രം അസൈൻ ചെയ്യാം. പിന്നെ മൾട്ടിപ്പിൾ വേരിയബിളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എക്സ്, വൈ, സെഡ് ഈക്വൽ ടു 1, 2, 3 ഒരേമാതിരിയുള്ള വേരിയബിൾ. ഇതൊക്കെ അവിടെ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ പോയി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഡാറ്റ ടൈപ്പ് ഡിസ്കസ് ചെയ്തു, കാസ്റ്റിംഗ് ഡിസ്കസ് ചെയ്തു, ഡൈനാമിക് ഡാറ്റ ടൈപ്പിംഗ് ഡിസ്കസ് ചെയ്തു.
ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ വേരിയബിൾ എന്താണ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബലി അവൈലബിൾ ആണ് എല്ലായിടത്തും, ലോക്കലി അവൈലബിൾ ആണുള്ളത്. ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അത് ആ ഫംഗ്ഷൻ അറിയാണ്ടെങ്കിൽ അത് സിമ്പിൾ ആയി മനസ്സിലാക്കാം. പക്ഷെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതങ്ങനെ വൈഡ് ആയി പോകും ടോപ്പിക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എവിടെയെങ്കിലും ക്ലാരിറ്റി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം. പ്രസന്റേഷനിൽ എനിക്ക് എത്രത്തോളം സ്കിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അത് കറക്റ്റ് ചെയ്ത് വരും. മനസ്സിലായിട്ടില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.